നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ പ്രതിസന്ധികൾക്കിടയിൽ ചേർന്ന അറബ് ലീഗ് യോഗത്തിൽ മുഖ്യ ചർച്ചാ വിഷയമായത് പാലസ്തീൻ പ്രശ്നം. ഒമാന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടാണ് ഇത്തവണത്തെ അറബ് ലീഗ് യോഗം ചേർന്നത്. ലോകം മുഴുവൻ കൊറോണ വൈറസിനെതിരെ പോരാട്ടം നടത്തുമ്പോഴും ഇസ്രായേൽ നടത്തുന്ന അധിനിവേശവും അക്രമങ്ങളും മാനുഷികതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു യോഗത്തിന്റെ വിമർശനം. ലോകത്ത് എല്ലായിടത്തും സംഘടനകളും യോഗങ്ങളും മാറ്റി നിർത്തി വൈറസ് വ്യാപനത്തിനെതിരെ പോരാടുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന കാട്ടാളത്തം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം വിലയിരുത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പദ്ധതിക്കെതിരെ വലിയ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിനു ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലും ഇസ്രായേലിനെതിരെ വിമർശനമുണ്ടായി. പുതിയ യുദ്ധക്കുറ്റം പാലസ്തീൻ ജനതയ്ക്ക് മേൽ ചുമത്താനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നായിരുന്നു അറബ് ലീഗിന്റെ ആരോപണം. ജോർദാൻ താഴ്വര അടക്കം 1967 അധിനിവേശപ്പെടുത്തിയ പാലസ്തീന്റെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനാണ് ഇസ്രായേൽ ഈ കൊറോണ പ്രതിസന്ധികൾക്കിടയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പദ്ധതിയെ പിന്തുണയ്ക്കുന്ന നടപടിയിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UN ചാർട്ടറിനെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും US ബഹുമാനിക്കണം എന്നും ആവശ്യമുയർന്നു. ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങൾ എന്ന പ്രശ്ന പരിഹാരത്തിന് അന്ത്യം കുറിക്കുമെന്ന് പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് അൽ മാലിക്കി പറഞ്ഞു. രാഷ്ട്രീയ യുദ്ധത്തിൽ നിന്ന് മാറി മതാടിസ്ഥാനത്തിലുള്ള യുദ്ധത്തിലേക്കുള്ള ഇസ്രായേൽ നീക്കം മേഖലയിൽ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലസ്തീനിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ജോർദാൻ വാലിയും വടക്കൻ ചാവുകടലും ഇസ്രായേലിനോട് ചേർക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇതോടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരുന്നു. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ യഹൂദ പാർപ്പിട മേഖലകൾ സൃഷ്ടിക്കുന്നതിനും തന്ത്രപ്രധാന മേഖലകളിൽ അധിനിവേശത്തിനും പച്ചക്കൊടി കാണിക്കുന്നതുമായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പലസ്തീൻ ഇസ്രായേൽ പ്രശ്ന പരിഹാരത്തിന് എന്ന പേരിൽ മുന്നോട്ട് വച്ച ഈ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു.